2 ഗ്രാം മുതൽ പാദസരങ്ങൾ, വളകൾ, 1/2 ഗ്രാം മുതൽ സ്റ്റഡുകൾ, 2000 രൂപ മുതൽ റിങ്ങുകൾ, 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ, 9000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ, 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ടോൾ ജംഗ്ഷൻ, ഇടപ്പള്ളി, പള്ളുരുത്തി, തൃപ്പൂണിത്തുറ, കാലടി, എരമലൂർ, അരൂർ പള്ളി, തുറവൂർ, തൃശൂർ. ഉമാ തോമസ് എംഎൽഎയുടെ പരിക്ക്. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കൊച്ചി കോർപ്പറേഷൻ കൗൺസിലിൽ പ്രതിപക്ഷ ബഹളം. നൃത്ത പരിപാടിക്കിടെ ഉമാ തോമസ് എംഎൽഎ സ്റ്റേജിൽ നിന്ന് വീണ് പരിക്കേറ്റ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട കൊച്ചി കോർപ്പറേഷൻ കൗൺസിലിൽ പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധം ബഹളത്തിൽ കലാശിച്ചു. തുടർന്ന് കൗൺസിൽ നിർത്തിവെച്ചു. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ആന്റണി കുരിത്തറ, പാർലമെന്ററി പാർട്ടി സെക്രട്ടറി MG അരിസ്റ്റോട്ടിൽ എന്നിവർ നൽകിയ പ്രമേയം ചർച്ച ചെയ്യുന്നതിനിടെയാണ് വാദപ്രതിവാദവും ബഹളവും ഉണ്ടായത്. ഉമാ തോമസ് എംഎൽഎ റിബണിൽ തട്ടി വീണതിന്റെ സൂചകമായി റിബൺ കെട്ടിയായിരുന്നു പ്രതിഷേധം. അപകടത്തിൽ കോർപ്പറേഷൻ നിരുത്തരവാദപരമായാണ് പെരുമാറിയതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. നമ്മളിതൊന്നും കണ്ടില്ല, നമ്മളിതൊന്നും കേട്ടില്ല, നമുക്കിതൊന്നും അറിയാൻ പാടില്ല. ഇവിടെ കോർപ്പറേഷൻ ഉണ്ട്, മേയർ ഉണ്ട്, സെക്രട്ടറി ഉണ്ട്, SC ഉണ്ട്, HO ഉണ്ട്, എല്ലാ ആളുകളുണ്ട്. ഇവരൊക്കെ ജാമ്യം ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ അത്തരം വേഴ്സ്റ്റ് ആയിട്ട് പണിയാണ്. അതിനുശേഷം 3-ാം തീയതി സസ്പെൻഡ് ചെയ്ത് നമ്മൾ സസ്പെൻഡ് ചെയ്ത HI, നമ്മളെ ലാസ്റ്റ് എല്ലാവരും കൂടെ കൊണ്ട് ലാസ്റ്റ് ഒരാളെ കഴിച്ചുകൊണ്ട് പോകുമല്ലോ, ആ HI നീത അല്ലെ, നീത അവരൊരു അപേക്ഷ കൊടുത്തേക്കണം, എന്റെ സസ്പെൻഷൻ ഒഴിവാക്കണം. അവരതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവര് റിപ്പോർട്ട് ചെയ്ത് വന്നിട്ട് മേലുദ്യോഗസ്ഥന്മാരെ ഇത് അറിയിച്ചിരുന്നു, മേലുദ്യോഗസ്ഥന്മാർ ഒരു നടപടി സ്വീകരിച്ചില്ലെന്ന് വ്യക്തമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ. ഇവിടെ നാദിനെല്ലാം കളരി പോലത്തെ പരിപാടികൾ എല്ലാവരും നടത്തുന്നത്. എനിക്ക് വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാട് ആ രീതിയിലേക്കാണ് കാര്യം. അപ്പൊ അങ്ങനെ പോകാൻ പറ്റില്ല. എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇത്ര പരിപാടി സംഭവങ്ങൾ നടന്നിട്ട് നമ്മളതിന് ഒരു അന്വേഷണം പ്രഖ്യാപിക്കാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മള് ഈ കൗൺസിൽ ഒറ്റക്കെട്ടായിട്ട് നമ്മൾ ഗവൺമെന്റിലേക്ക് ശുപാർശ ചെയ്യണം, ഒരു ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പൊ അത്തരം നടപടി നമ്മുടെ കൗൺസിലിന്റെ ഭാഗത്ത് ഉണ്ടാവണം. തികച്ചും ഈ ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ നമുക്കറിയാം. ഈ പ്രശ്നം കൊണ്ട് മാത്രമല്ല, എല്ലാ പ്രശ്നവും നമ്മൾ നേരത്തെ ടൗൺ പ്ലാനിങ് ചർച്ച ചെയ്തു. ടൗൺ പ്ലാനിങ്ങിലൊക്കെ തരുന്നില്ലേ, മേയറിനെ പറഞ്ഞു, ഇവിടെ 2 ആൾക്കാരെ മേയർ വിജിലൻസ് എൻക്വയറിക്ക് കൊണ്ട് വെച്ചു. അപ്പൊ എല്ലാ ആളുകളും എല്ലാ മേഖലകളിലും, കോർപ്പറേഷന്റെ എല്ലാ മേഖലകളിലും ഇത്തരം ഇഷ്യൂസും ആളുകളുടെ ഘടകാരസ്യം, നമ്മുടെ ഉദ്യോഗസ്ഥന്മാര് അലംഭാവവും എല്ലാം നടക്കണേ. എന്നിട്ട് ഇതിനെതിരെ നമ്മൾ പറയുമ്പോൾ നമ്മളെ ചീത്ത വിളിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. GCDയെയും കോർപ്പറേഷനും പരസ്പരം പഴിചാരുകയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. നഗരത്തിൽ വിവിധ പരിപാടികൾ നടത്തുന്നത് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണെന്നും ആർക്കും എന്തും ചെയ്യാവുന്ന നഗരമായി എറണാകുളം മാറിയിരിക്കുന്നെന്നും അഡ്വക്കേറ്റ് മിനിമോൾ ആരോപിച്ചു. മേയറും ദീപ്തി മേരി വർഗീസുമായി നിരവധി തവണ വാക്തർക്കങ്ങളുമുണ്ടായി. VIP അടക്കം പങ്കെടുത്ത പരിപാടിക്ക് PPR ലൈസൻസ് ആവശ്യമില്ലെന്ന് പറഞ്ഞത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് ദീപ്തി മേരി വർഗീസ് ചോദിച്ചു. അനുമതിക്കായി സംഘാടകർ നൽകിയ അപേക്ഷയിൽ അവരുടെ ഒപ്പുപോലും ഇല്ലാതെയാണ് K-സ്മാർട്ടിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. സംഭവത്തിൽ സസ്പെൻഡ് ചെയ്ത ഉദ്യോഗസ്ഥയെ ഭീഷണിപ്പെടുത്തിയാണ് സസ്പെൻഡ് ചെയ്തതെന്നും ദീപ്തി മേരി വർഗീസ് ആരോപിച്ചു. പരിപാടിക്ക് മണിക്കൂറുകളോളം കാത്തിരുന്ന നർത്തകർക്ക് ഈ ടോയ്ലറ്റ് സൗകര്യം പോലും ഒരുക്കിയില്ല. പരിപാടിക്ക് പോലീസ് സംരക്ഷണമില്ലായിരുന്നു. സ്ട്രക്ചർ പോലും ഇല്ലാതെ അശാസ്ത്രീയമായാണ് MLAയെ പൊക്കിയെടുത്തുകൊണ്ടുപോയത് തുടങ്ങിയ ആരോപണങ്ങളും പ്രതിപക്ഷം ഉയർത്തി. എന്നാൽ അപകടത്തെ രാഷ്ട്രീയമായി വളച്ചൊടിക്കുകയാണെന്ന് കൗൺസിലർ PS വിജു പറഞ്ഞു. അപകടം നടന്ന ഉടൻ മേയറിന്റെ ഇടപെടൽ ഉണ്ടായെന്നും തിരുവനന്തപുരത്തു നിന്നും വിദഗ്ധ ഡോക്ടർമാരെ എത്തിച്ചെന്നും ഭരണപക്ഷ കൗൺസിലർമാർ വാദിച്ചു. ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ കഴിയാത്ത മേയർ രാജിവെക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. സൂപ്രണ്ട് ഈ അപേക്ഷ കൊണ്ടത് സമർപ്പിക്കുന്നത് തന്നെ പരിപാടിയുടെ തലേദിവസം. ഇത്ര വലിയൊരു പരിപാടി ഒരു 3-4 മാസക്കാലത്തോളം മൃദംഗ മിഷൻ എന്ന ടീം ഇവിടെ ഭരതനാട്യം നടത്തുമ്പോൾ അവരെ മാസങ്ങളോളം ഇതിന്റെ ട്രയൽ എടുത്തും ഇതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്തുമാണ് ഈ പരിപാടി ഇവിടെ നടത്തുന്നത്. ഈ പരിപാടി നടത്തേണ്ട തലേ ദിവസം ഉച്ചക്ക് 2:20 ഈ അപേക്ഷ ഇവിടെ വരുന്നത്. ഈ അപേക്ഷ വന്നു കഴിഞ്ഞപ്പോൾ ഒരു HI അടുത്ത് കൊടുത്തെന്നാണ് കോർപ്പറേഷന്റെ ആളുകൾ പറയുന്നത്. ഒരു JHI ആ JHI അന്വേഷിക്കാൻ പോയപ്പോൾ അവിടെ വേറെ സ്റ്റേജും മറ്റൊന്നും കെട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. JHI തിരിച്ചു വന്നു. JHI ഇവിടെ 28-ാം തീയതി തിരിച്ചു വന്നു. വൈകിട്ട് 6:05 പിറ്റേ ദിവസം സൺഡേ ഇവിടെ തിരിച്ചു വന്നിട്ട് റിപ്പോർട്ട് സമർപ്പിക്കാതെ വീട്ടിൽ പോവുകയും സൺഡേ ഈ അപകടം ഉണ്ടായതിനു ശേഷം 6:05 ഈ അപേക്ഷ PP
PPR ലൈസൻസിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുറിപ്പ് എഴുതി KSMART അപ്ലോഡ് ചെയ്തു. അത് ലൈസൻസ് കണ്ടക്ട് ചെയ്തിരിക്കണം. സിൻസ് ഇറ്റ് ഇസ് എ കൾച്ചറൽ ഇവന്റ്, no need to take PPR license. Inform party for the same. അത് എഴുതിയിരിക്കണം എപ്പോഴാണ്? 30-ാം തീയതി വൈകിട്ട് 5:35. അതായത് പരിപാടി കഴിഞ്ഞ് പിറ്റേ ദിവസം വൈകിട്ട് 5:35. അത് എഴുതിയിരിക്കുന്ന ആരാണ്? സുധേഷ് കുമാർ. മേയർക്കെതിരെയും GCDA ചെയർമാനെതിരെയും മുദ്രാവാക്യം ഉയർത്തി പ്രതിപക്ഷം കൗൺസിൽ സ്തംഭിപ്പിച്ചതോടെ 3 മണിക്ക് തുടങ്ങിയ കൗൺസിൽ 4:30-യോടെ അവസാനിപ്പിച്ച് മേയർ ചേംബറിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. അതേസമയം ഉമാ തോമസ് MLAയുടെ അപകടം കരുവാക്കി കോർപ്പറേഷനിലും പുറത്തും കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ താൽപര്യമെന്ന് മേയർ M. അനിൽകുമാർ പിന്നീട് പറഞ്ഞു. KPCC പ്രസിഡന്റ് K. സുധാകരൻ പോലീസ് അന്വേഷണം തൃപ്തികരമാണെന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നിട്ടും കോൺഗ്രസ് പ്രതിഷേധിക്കുകയാണ്. പോലീസ് അന്വേഷണം അവസാനിക്കാതെ എങ്ങനെയാണ് ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്നതെന്നും മേയർ ചോദിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.